കലങ്കൽ കലങ്കലാണ്. മമ്മൂക്ക വിനായകൻ പ്രാവശ്യം കിടിക്കാച്ചായി. മമ്മൂക്ക നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവല്. ഈ കഥാപാത്രത്തെ നമുക്ക് വിട്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരേ പൊളി. എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നതാണ്. ചോദിക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. നിലാകായം വെളിച്ചം പൊങ്കതേ പരവശം. ഞാനധികം പാടുന്നില്ല. തിയേറ്ററിൽ നിന്ന് കളങ്കാവൽ റിലീസാണല്ലോ. ഞാൻ എക്സൈറ്റഡ് ആണ് സിനിമ കാണാനും പ്രേക്ഷക പ്രതികരണം അറിയാനും. നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. നമുക്ക് ചോദിച്ചറിയാം, മമ്മൂക്കയുടെ അനനത മാസ്റ്റർ ക്ലാസ് മൂവിയാണോ കളങ്കാവൽ എന്ന്? കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രില്ലർ. കാരണം നമ്മളെ പിടിച്ചിരുത്തും. വിനായകൻ പൊളി, ഒരു രക്ഷയില്ല. വിനായകൻ മമ്മൂക്ക അതിനേക്കാളും പോയി, ഒരു രക്ഷയില്ല. പടത്തിൻ്റെ ഇഷ്ടം പൊടികൾ അടിപൊളി. നല്ല പടമാണ്. മ്യൂസിക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ അഭിനയം കൊള്ളാം. വിനായകൻ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി പടമാണ്. അതിക്ക് വേറെ അഭിനയം വിടുവായി. ഇപ്രാവശ്യം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഇത് ഈ കലങ്കൽ മുന്നിൽ ഉറപ്പാ. 100% മുന്നിൽ ചാടും. താത്തക്ക് പോവില്ല. കലങ്കൽ കലങ്കലാണ്. മമ്മൂക്ക വിനായകൻ പ്രാവശ്യം കിടിക്കാച്ചായി. അടിപൊളി അതിൻ്റെ അപ്പുറം ഫുള്ള് സസ്പെൻസ് അടിപൊളി. ക്ലൈമാക്സ് എല്ലാം കൊണ്ടും അടിപൊളി. സൂപ്പർ മൂവി. പെർഫോമൻസ് വേറെ ലെവൽ. വിനായകൻ്റെ ആയാലും മമ്മൂട്ടിൻ്റെ ആ വില്ലൻ റോള് ഒരു രക്ഷയില്ല. അടിപൊളി. എല്ലാം കൊണ്ട് സൂപ്പർ. ഒരു രക്ഷ. അടിപൊളി മൂവി. നല്ല സസ്പെൻസും അതേപോലെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ മൂവി. അടിപൊളി. മമ്മൂട്ടിൻ്റെ ഒക്കെ വേറെ പെർഫോമൻസ്, വേറെ ലെവൽ പെർഫോമൻസ്. വിനായകൻ അതിലും സൂപ്പർ. വിനായകനൊക്കെ വേറെ ഒരു വെറൈറ്റി പോലീസ് ഓഫീസറാണ് വിനായകൻ. ടോട്ടലി അടിപൊളി. സൂപ്പർ. മമ്മൂട്ടിൻ്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. വില്ലനിസം സൂപ്പർ. അടിപൊളി പടമാണ്, കിട്ടലും പടമാണ്. മമ്മൂക്ക ഇങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. മമ്മൂക്കയുടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഇത് മമ്മൂക്കനെ കൊണ്ട് മാത്രം പറ്റുന്ന പരിപാടിയാണ്. ബ്രില്യൻ പടം. അതെ. ഇത് വില്ലൻ ആഘോഷിക്കും. ഉറപ്പായിട്ടും 200% ആഘോഷിക്കും. അത്രയും പൊളിയാണ് പടം. മമ്മൂക്കയും വിനായകൻ ചേട്ടൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരേ പൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതിലെ ആ മ്യൂസിക്കും മമ്മൂക്കയുടെ ട്രിവാൻഡ്രം സ്ലാങ്ങൊക്കെ ഭയങ്കര രസമുണ്ട്. വിനായകൻ ചേട്ടൻ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. നല്ല മൂവി. ഇതുവരെ നമ്മുടെ നായകന്മാരെ അങ്ങനെ ആഘോഷിക്കത്തില്ലായിരുന്നു. അതെ. നല്ല ഒരുപാട് സസ്പെൻസുകളുള്ള നല്ല മൂവി. ഭയങ്കര റിച്ച് ആയിട്ട്. എന്താ പറയണ്ടത്, മമ്മൂക്ക ഇപ്പോൾ കഴിഞ്ഞ പ്രസ് മീറ്റിംഗ് പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ നമുക്ക് വിട്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പ്രേക്ഷകനും ഈ സിനിമ കണ്ടിട്ട് നല്ല ഒരു ലാഗില്ലാതെ ഇതിൽ നമുക്ക് വില്ലൻ ആരാണെന്നറിയാം. കാരണം നമ്മൾ ഓരോ മലയാള സിനിമ കാണുമ്പോൾ സസ്പെൻസ് ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഇതിൽ ചെയ്യണതും കാണിക്കേണ്ട എല്ലാം കാണിക്കും. പക്ഷേ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അതാണ് ജിത്തു ജോസിൻ്റെ മിടുക്ക്. മമ്മൂക്കയും അതേപോലെ തന്നെ വിനായകൻ ചേട്ടൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ്. എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഓരോ ചെറിയ കഥാപാത്രങ്ങൾ പോലും വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസും ന്യൂ ഇയറും തീർച്ചയായിട്ടും കളങ്കാവൽ തന്നെ തൂക്കുന്നുള്ള ഉണ്ടാവിട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നതാണ്. ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും വില്ലനായിട്ട് തന്നെയാണ് അത്. നമുക്ക് തന്നെ ഓൾറെഡി അത് റിവീൽ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. സിനിമയിൽ അത് വളരെ എന്താ പറയുക, നമുക്ക് ആദ്യമേ മനസ്സിലാവുകയും ചെയ്യും നമുക്കുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാനൊരിക്കലും നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് തന്നെ മമ്മൂക്കയ്ക്ക് ഏറ്റവും എന്താ പറയുക ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പുള്ളി ചെയ്യുന്നത്. സോ പെർഫോമൻസ് വൈസ് ബ്രില്യൻറ്റ്. പിന്നെ നല്ലതായിട്ട് അത് ഡയറക്ഷനും നന്നായിട്ടുണ്ട്. ജിത്തിനും ടീമിനും കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ എന്താ പറയുക ഒട്ടും ലാഗില്ല. അതിൻ്റെ ഒരു ത്രില്ല് കീപ്പ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദ മൂവി. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാവർക്കും ആ സ്റ്റോറി ഏകദേശം എന്താണെന്ന് മനസ്സിലാവും. സോ അത്രയും ഒരു 10-22 ഹീറോയിൻസും കൂടെ ഉണ്ട്. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ. സോ മമ്മൂക്കയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇറ്റ് വാസ് ബ്രില്യൻറ്റ് ആക്ച്വലി. സിനിമ ഇസ് റിയലി നൈസ്. ഒരു ലാഗൊന്നുമില്ല. പെട്ടെന്ന് കണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഫുൾ എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. സോ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബ്രില്യൻറ്റ് മൂവി. എനിക്ക് മമ്മൂക്കേൻ്റെ മൈക്രോ എക്സ്പ്രഷൻ, ചെറിയൊരു ചിരി ഇടയ്ക്കൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും.
അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. ആൾക്കാരൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സീറ്റിന് മുന്നോട്ട് വന്ന് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന് എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു. സോ അത്ര എനിക്കും പറയാനുള്ളത്. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. വിനായകൻ ചേട്ടൻ പറയണ മാതിരി തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞ് അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പൊളിക്കാൻ തന്നെ. അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം തൂക്കും. അടുത്ത വർഷം വരെ നിന്ന് കത്തും. അതിനുള്ള പടമുണ്ട്. ഞാൻ സംവിധായകനെ ഇപ്പോൾ കണ്ട് മച്ചാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനം. മമ്മൂക്ക നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവല്, പൊളിക്കാനാ. അതായത് മമ്മൂക്ക വരുമ്പം നമുക്കൊരു ഇതില്ലേ, അതായത് പൊളിയാണ്. നമുക്ക് വില്ലർ റോള, പക്ഷെ പൊളി ഒരു രക്ഷയില്ല. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. എങ്ങനെ ഓടി ഇറന്ന് കളിക്കാം, വെടിവെക്കാം എന്ന് ഈ സിനിമയിലൂടെ മമ്മൂക്ക കാണിച്ചതുകൊണ്ട് അടിപൊളി. ഒരു രക്ഷയില്ല. മമ്മൂക്ക തന്നെ പൊളി, അടിപൊളി.